റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലെബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ ശിഖരം ഏന്തുന്ന പ്രാവേ ലോകത പെട്ടകമേ ലോകത പെട്ടകമേ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷകളെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന ദിനത്തിൽ വലിയ ദൈവാനുഗ്രഹം വിമല സംഗീത ശുശ്രൂഷയുടെ 23-ാം ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം പരിശുദ്ധ അമ്മ വഴിയായി നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാകുവാനായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ സന്ദർശിച്ച ഭവനങ്ങളെക്കുറിച്ച് നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ അമ്മ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലും അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. അതിനെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഓരോ ജപമാലയും ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഓരോ റോസാപുഷ്പം കൊടുക്കുന്നത് പോലെ ആത്മീയതയിൽ തമ്പുരാൻ നമ്മളെ വളർത്തുകയാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും ഇന്നിൻ്റെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയിൽ കുടുംബം ഒന്നിച്ച് നമുക്ക് പങ്കെടുക്കാം. ദൈവകൃപകൾ സ്വന്തമാക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51 52 തിരുവചനങ്ങൾ. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈശോമിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേത ശുശ്രൂഷയുടെ 23-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. ഈ ദിനങ്ങളിലൂടെ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിന് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ഭവനങ്ങളെയും പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിലൂടെ അനുഗ്രഹിക്കും എന്നതിൽ സംശയമില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം.
ദൈവീക കൃപാവരങ്ങളിലേക്ക് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നാം ആയിരിക്കുന്ന ജീവിത മേഖലകളെ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നയിക്കുകയാണ്. വിമല സങ്കേത ശുശ്രൂഷയുടെ 3-ാം ഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ 3-ാം ഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മ എപ്രകാരം നമ്മളുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെ ഈശോയിലേക്ക് എങ്ങനെ അടുപ്പിക്കും എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. പ്രാർത്ഥനാപൂർവം നമുക്ക് വചനത്തെക്കുറിച്ച് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 51 52 തിരുവചനങ്ങൾ. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ഈശോ പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ഔസേപിതാവിന് വിധേയപ്പെട്ട് ജീവിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവപുത്രനെ ജീവിതത്തിലുടനീളം കൈപിടിച്ച് നയിച്ച ഒരു ജീവിതം, ദൈവീക സാന്നിധ്യത്തിൻ്റെ നിറവായിരുന്ന ഒരു ജീവിതം, ആദ്യത്തെ സക്രാരിയായി പരിശുദ്ധ അമ്മ മാറിയ ജീവിതം. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ പറയും, മറിയത്തിൻ്റെ സ്കൂളിൽ പോയി നമ്മൾ പഠിക്കണം, മറിയത്തിൻ്റെ സ്കൂളിൽ പോയി പഠിക്കണം. കാരണം പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ സക്രാരി. വചനമായ ദൈവത്തെ മനുഷ്യനായി അവതരിക്കുവാൻ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ ഇതാ തൻ്റെ ഉദരം ആദ്യത്തെ സക്രാരിയാക്കി മാറ്റി. ദൈവപുത്രൻ വസിക്കുന്ന ഇടമായി പരിശുദ്ധ അമ്മയുടെ ഉദരം. ആദ്യത്തെ സക്രാരി പരിശുദ്ധ അമ്മയാണ്. ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. ഈശോയെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാണല്ലോ ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ കാരുണ്യമായ യേശുവിനെ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നടത്തിയ ആദ്യത്തെ യാത്ര എലിസബത്തിൻ്റെ ഭവനത്തിലേക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ സക്രാരിയും ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുമ്പോൾ പരിശുദ്ധ അമ്മ കയറിയിറങ്ങിയ ഭവനങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇന്നിൻ്റെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മ കടന്നു ചെന്ന ഓരോ ഭവനങ്ങളും ദൈവകൃപകളാലും ദൈവാനുഗ്രഹങ്ങളാലും എങ്ങനെ നിറയപ്പെട്ടു എന്ന് വചനത്തിലൂടെ നമുക്കൊന്ന് ധ്യാനിച്ചു പോകാം. ഒത്തിരി നന്മകൾ വിതറിക്കൊണ്ട് പരിശുദ്ധ അമ്മ കടന്നുപോയ ഭവനങ്ങൾ. നസ്രത്തിലെ ഭവനത്തെ തന്നെ നമുക്ക് ആദ്യമേ ധ്യാനിച്ചെടുക്കാം. നാം വായിച്ചു കേട്ട വചനം, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ ഇതാ പരിശുദ്ധ അമ്മയുടെയും യോസേപ്പിതാവിൻ്റെയും കൂടെ വളർന്ന നസ്രത്തിലെ ഭവനം. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയത് 2 കരങ്ങളും നീട്ടി സ്വീകരിച്ച ഒരിടമായിരുന്നു നസ്രത്തിലെ ഭവനം. ഗബ്രിയേൽ ദൈവദൂതന്റെ അരുളപ്പാട് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ ഒരു ഓട്ടമായിരുന്നു. സ്വന്തം പുത്രന് ജന്മം കൊടുക്കുവാൻ ഒരിടം കിട്ടാതെയുള്ള യാത്ര. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മം കൊടുത്ത് ഇതാ തൊട്ടടുത്ത നാളിൽ തന്നെ ഈശോയെ വധിക്കുവാനായി അന്വേഷിക്കുന്നു എന്ന് കണ്ടതിനാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. വീണ്ടും തിരികെ എത്തുന്ന ഇടമാണ് നസ്രത്ത്. അപ്പൊ ദൈവീക ഇടപെടലിനെ 2 കരങ്ങളും നീട്ടി സ്വീകരിച്ച ഭവനം. ഈശോയെ കാണാതെ ആയിട്ട് ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ എല്ലാം മനസ്സിലായൊന്നുമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയല്ലേ. പ്രിയമുള്ളവരെ, അതൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ദൈവപിതാവിൻ്റെ പദ്ധതികളെ 2 കരങ്ങളും നീട്ടി പരിശുദ്ധ അമ്മ സ്വീകരിച്ചപ്പോൾ നസ്രത്തിൻ്റെ നന്മയാണ് ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തു. ദൈവം നൽകുന്നതെന്തും 2 കരങ്ങളും നീട്ടി സ്വീകരിക്കുവാനായി നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകുമ്പോൾ നസ്രത്തിലെ അനുഭവം പോലെ രക്ഷകന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളെ കൃപകളിലേക്ക്, അഭിഷേകത്തിലേക്ക്, ദൈവാനുഭവത്തിൻ്റെ നിറവിലേക്ക് കൈപിടിച്ച് നയിക്കുമെന്ന് ഈശോ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ
രണ്ടാമത് കടന്നു ചെന്ന ഭവനം, നമ്മൾ ധ്യാനിക്കുന്ന ഭവനമാണ് എലിസബത്തിൻ്റെ ഭവനം. സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ ഇതാ അവർ വലിയ സങ്കടത്തിലായിരിക്കുന്ന സമയങ്ങളിൽ ദൈവം നൽകുന്ന അരുളപ്പാട്, വാർദ്ധക്യത്തിലെത്തിയ അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. എലിസബത്ത് പറയുന്നുണ്ട്, ഇതാ വലിയ അപമാനത്തിൽ നിന്നും ദൈവം എന്നെ കടാക്ഷിച്ച് രക്ഷിച്ചിരിക്കുകയാണ്. ലോകത്തിന് മുൻപിൽ ഒരു കുഞ്ഞില്ല എന്നതിൻ്റെ സങ്കടം പേറുന്ന ഒരു കുടുംബം അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും വേദനകളും ആകുലതകളും ഒക്കെ എടുത്തു മാറ്റുന്ന അനുഭവത്തിലേക്ക് എലിസബത്തിൻ്റെ സക്കറിയായുടെ ഭവനത്തെ ദൈവം നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. സക്കറിയായെ സംബന്ധിച്ചിടത്തോളം സംസാരശേഷി നഷ്ടപ്പെട്ട് ഒരു ബന്ധനാവസ്ഥയിലാണ്. എലിസബത്തിന് ശാരീരിക അസ്വസ്ഥതകളുണ്ട്. പ്രിയമുള്ളവരെ, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അസ്വസ്ഥതകളാൽ നീറുന്ന ആ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ഭവനം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുന്ന ഇടമായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ ഇതാ ദൈവീക ഇടപെടലായി പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, അഭിഷേകം കടന്നു വരുന്ന വലിയൊരു അനുഭവം നമ്മൾ കാണുകയാണ്. ഇതാ അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവളിതാ സ്തോത്രഗീതം ആലപിക്കുക. എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ്, എൻ്റെ ദൈവപുത്രൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ, എൻ്റെ ഈശോയുടെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ പാകത്തിന് ഇതാ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം അത്രത്തോളം സന്തോഷത്തിലേക്ക്, വലിയ ആനന്ദത്തിലേക്ക് നോക്കിയേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ആ ഭവനം കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇതാ ഒരു കുടുംബത്തിൻ്റെ ശാരീരിക മാനസിക അസ്വസ്ഥതകളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകുന്ന വലിയൊരു ആനന്ദത്തിലേക്ക് നയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ നിറവ്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, അഭിഷേകത്തിലേക്ക്, ഒരു പുത്തൻ ചൈതന്യത്തിലേക്ക് കൈപിടിച്ച് നയിക്കുമെന്ന് ഈ ഭാഗങ്ങളിലൂടെ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കുടികൊള്ളുന്ന മറ്റൊരു ഭവനമാണ് കാനായിലെ ഭവനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ഇതാ കാനായിലെ ഭവനത്തിൽ അവിടുത്തെ കല്യാണത്തിൽ പങ്കെടുക്കുവാനായി ഈശോയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയും യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. കാനായിലെ ഭവനം എന്നത് കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ ഒരിടമ. കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ ആ ഭവനത്തെ സങ്കടത്തിൻ്റെ വലിയൊരു അപമാന ഭാരത്തിൻ്റെ ഇതാ നൊമ്പരങ്ങളിലേക്ക് വീണുപോകാതെ പരിശുദ്ധ അമ്മ ഇങ്ങനെ സംരക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കണോട്ടോ, ഒരു ഭവനത്തിൽ നമ്മുടെയൊക്കെ വീടുകളെക്കുറിച്ച് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. വീട്ടിൽ നമ്മുടെ മകൻ്റെ മകളുടെ വിവാഹം നടക്കുമ്പോൾ, അമംഗളകരമായ കർമ്മം നടക്കുമ്പോൾ ഇതുപോലെ ഒരവസ്ഥ വന്നാൽ വിളിക്കപ്പെട്ട അതിഥികൾക്ക് കൊടുക്കുവാൻ പാകത്തിന് ഭക്ഷണങ്ങൾ ഒരുക്കപ്പെടാത്തൊരവസ്ഥ, അത് വീഞ്ഞെന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായിട്ട് നിലകൊള്ളുന്ന അവസരത്തിൽ ഇതാ ആ കുടുംബം വലിയൊരു സങ്കടത്തിലേക്ക് കടന്നു പോവുകയാണ്. കണക്കുകൂട്ടലുകൾ തെറ്റിയ കാനായിലെ ഭവനം, ആ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാണ്. ആ സങ്കടങ്ങള്, ആ വിഷമങ്ങള്, ആ കുടുംബം കടന്നു പോകുന്ന വലിയൊരു പ്രതികൂല സാഹചര്യം മറ്റാരെയും അറിയിക്കാതെ, വലിയ ബഹളങ്ങൾക്കോ ഒച്ചപ്പാടുകൾക്കോ ഒന്നും വഴിവെക്കാതെ പരിശുദ്ധ അമ്മ ഇങ്ങനെ മെല്ലെ ആ കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ്.
അധികം ആരും അറിയുന്നില്ല. കലവറക്കാരൻ പോലും അറിയുന്നില്ല വീഞ്ഞ് തീർന്നു പോയ കാര്യം. പുതുവീഞ്ഞ് കൊണ്ടുവരുമ്പോഴാണ് അവൻ അറിയുന്നത്. ഇത്രയും നേരം നീ നല്ലത് എവിടെ സൂക്ഷിച്ചു വെച്ചു എന്ന് ചോദിക്കുന്നു. നോക്കിയേ, ആരെയും സങ്കടങ്ങൾ അറിയിക്കാതെ, ആരെയും ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ പരിഹരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് കാനായിലെ ഭവനത്തിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരുക്കി വെച്ചിരിക്കുന്നതും ക്രമീകരിച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ഓർക്കണം, ദൈവീക സാന്നിധ്യമായി പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾ നമ്മുടെ ഭവനത്തിലേക്ക് അനുഗ്രഹമാക്കി കൊണ്ടുവരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സാധിക്കുമെന്നത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും കാണുകയാണ് പരിശുദ്ധ അമ്മ കടന്നു ചെന്ന 4ാമത്തെ ഭവനം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ ഭവനമാണ്. ഈശോയുടെ ശിഷ്യനായ യോഹന്നാൻ്റെ ഭവനം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനം, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴിയായി ആ ഭവനത്തിന് വന്ന മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വചനത്തിൽ നാം കാണുന്നുണ്ട്, സെബെദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും തങ്ങളുടെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈശോയുടെ പക്കലേക്ക് കടന്നു വരുന്ന ഒരു രംഗം. ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തിൻ്റെ വലതും ഇടത്തും, അങ്ങ് രാജ്യത്തിൽ രാജാവായിരിക്കുമ്പോൾ അങ്ങയുടെ വലതും ഇടത്തും ഞങ്ങൾ ഇരിക്കുവാൻ അനുവദിക്കണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അമ്മയെ കുട്ടിക്കൊണ്ട് കടന്നു വന്ന യോഹന്നാൻ്റെ ജീവിതം. അതായത് അധികാരത്തെക്കുറിച്ച്, അധികാരിയാകുവാനായിട്ട് വലിയ ദാഹമുള്ളവൻ, മോഹമുള്ളവനായിരുന്നു യോഹന്നാൻ ശ്ലീഹ. വീണ്ടും യോഹന്നാൻ ശ്ലീഹയുടെ മറ്റൊരു പ്രത്യേകതയാണ് അസഹിഷ്ണുത. ഇതാ വചനത്തിൽ നാം കാണുന്നു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്നവരെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. എന്നാ ചെയ്യേണ്ടത്? നമ്മളെ കൂടാതെ ഇതാ മറ്റ് കുറച്ച് പേര് ഇതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരെ അത് വേണ്ടെന്ന് പറയട്ടെ. ഇതായിരുന്നു യോഹന്നാൻ്റെ സ്വഭാവം. ക്ഷിപ്രകോപിയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇത് നശിപ്പിക്കട്ടെ. അപ്പം ഇങ്ങനെയുള്ള യോഹന്നാൻ്റെ സ്വഭാവം, ഒന്ന് അധികാരമോഹി, അസഹിഷ്ണുത, ക്ഷിപ്രകോപിയായിരുന്നു. ഈ യോഹന്നാൻ്റെ ഭവനത്തിലേക്ക് ഈശോ പരിശുദ്ധ അമ്മയെ നൽകുമ്പോൾ, യോഹന്നാൻ സ്വീകരിച്ചു വരുമ്പോൾ പരിശുദ്ധ അമ്മ കയറിയ മറ്റൊരു ഭവനം യോഹന്നാൻ്റെ ഭവനം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ യോഹന്നാന് വരുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ഈശോയുടെ ഉദ്ധാനം. കല്ലറയിലേക്ക് സ്ലീഹന്മാർ ഓടി വരികയാണ്. ഓടി വരുമ്പോൾ യോഹന്നാനാണ് ആദ്യം കല്ലറയുടെ മുൻപിലെത്തിയത്. പക്ഷേ യോഹന്നാൻ്റെ സാധാരണ പ്രകൃതമനുസരിച്ച് അതാദ്യം കാണുവാനായിട്ട് ആഗ്രഹമുള്ളവൻ, പക്ഷേ അവനവിടെ കത്തു നിൽക്കുകയാണ് പത്രോസ് വരാനായിട്ട്. ഇത്രയും നാൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലായിരിക്കണം, 1-ാം സ്ഥാനത്തായിരിക്കണം എന്ന് ചിന്തിക്കുന്ന യോഹന്നാൻ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ ഭവനത്തിൽ യോഹന്നാൻ്റെ കുടുംബത്തിൽ വന്നപ്പോൾ യോഹന്നാനിൽ വന്ന മാറ്റമാണ്, അവൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ്. അവൻ കാത്തു നിൽക്കുകയാണ് പത്രോസ് വരുന്നതിന് വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, വീണ്ടും സ്വഭാവത്തിൽ വരുന്ന മാറ്റം യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എളിമപ്പെടുന്ന യോഹന്നാനെ, തൻ്റെ പേര് ഏകദേശം 16ഓളം സ്ഥലത്ത് എഴുതി ചേർക്കാവുന്ന സാഹചര്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിലനിൽക്കുമ്പോൾ ഒരിക്കൽ പോലും യോഹന്നാൻ തൻ്റെ പേര് എഴുതുന്നില്ല. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് വെച്ചാൽ യേശു മഹത്വീകരിക്കപ്പെടണം. അപ്പം ഞാനെന്ന വ്യക്തി മാറി എന്നിലൂടെ ദൈവമാണ് മഹത്വപ്പെടേണ്ടത് എന്ന ബോധ്യത്തിലേക്ക്, എന്ന് വെച്ചാൽ എളിമയുടെ വലിയൊരു തലത്തിലേക്ക് യോഹന്നാൻ ശ്ലീഹ കടന്നു വരുന്നത് നമ്മൾ സുവിശേഷത്തിലൂടെ കാണുമ്പോൾ ഓർക്കനൊട്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം യോഹന്നാന്റെ ഭവനത്തിലുണ്ടായിരുന്നു. അത് യോഹന്നാന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണിത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടല്ലോ നമ്മുടെ ഭവനത്തിലുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ കൈവരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പരിശുദ്ധ അമ്മ കടന്നു ചെന്ന
അടുത്ത ഭവനമാണ് സഹിയോൻ ഊട്ടുശാല. പരിശുദ്ധാത്മ അഭിഷേകത്തിനു വേണ്ടി സ്ത്രീകന്മാരെ ചേർത്ത് നിർത്തി ഒരുക്കിയ ഇടമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്ന സഹിയോൻ ഊട്ടുശാല. പ്രിയമുള്ളവരെ ഓർക്കണം, ഭയത്തോടെ, വിറയലോടെ, പേടിയോടെ, അസ്വസ്ഥമായ മനസ്സുകളോടെ സ്ലീഹന്മാരായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ സഹിയോൻ ഊട്ടുശാലയിൽ ഇതാ പ്രാർത്ഥനയുടെ വലിയ ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങളിലേക്ക് കൈപിടിച്ച് നയിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് സ്ലീഹന്മാർ സ്വന്തമാക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണം. പരിശുദ്ധ അമ്മയുടെ പള്ളിക്കൂടത്തിലെ പുസ്തകങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ധ്യാനിച്ചു പോവുകയായിരുന്നു. പരിശുദ്ധ അമ്മ എന്ന ആ വലിയൊരു പുസ്തകത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് പരിശുദ്ധ അമ്മ കയറിയിറങ്ങിയ ഭവനങ്ങൾ. നസ്രത്തിലെ ഭവനം, എലിസബത്ത് സക്കറിയ ദമ്പതികളുടെ ഭവനം, കാനായിലെ ഭവനം, യോഹന്നാൻ്റെ ഭവനം, സഹിയോൻ ഊട്ടുശാല. പരിശുദ്ധ അമ്മ വസിക്കേണ്ട, സന്ദർശിക്കേണ്ട ആറാമത്തെ ഭവനം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളാണ്, നമ്മുടെ ഹൃദയങ്ങളാണ്, നമ്മുടെ വീടുകളാണ്. പരിശുദ്ധ അമ്മ ഇനി സന്ദർശിക്കേണ്ട അടുത്ത ഭവനം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളാണ്, വ്യക്തി ജീവിതങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം 5 ഭവനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോയപ്പോൾ ആറാമത്തെ ഭവനമായ എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ എപ്രകാരം ദൈവിക കൃപാവരങ്ങളെ നമ്മുടെ ഭവനങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നസ്രത്തിലെ ഭവനം പോലെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യത്തെയും ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുവാനുള്ള വലിയൊരു മനസ്സ്. പ്രിയമുള്ളവരെ, ഒത്തിരിയധികം പരാധീനതകളിലൂടെ, പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും പരാതി പറയുന്നില്ല പരിശുദ്ധ അമ്മ. യോസപിതാവിനെ കുറ്റപ്പെടുത്തുന്നില്ല. ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം. എലിസബത്തിൻ്റെ സക്കറിയായുടെ ഭവനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ അസ്വസ്ഥതകളെ. അല്പം ഒരു വിശ്വാസത്തിൻ്റെ സംശയം നീളിച്ചപ്പോൾ സക്കറിയായുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. എലിസബത്ത് വാർദ്ധക്യത്തിൽ ഉദരത്തിൽ കുഞ്ഞിനെ സ്വീകരിച്ചപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, നിന്റെ മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ ഭാരങ്ങളെ, സങ്കടങ്ങളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ എടുത്തു മാറ്റുവാൻ പരിശുദ്ധ അമ്മയെ നീ കൂട്ടുപിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ദൈവിക കൃപകളിലേക്ക് അസ്വസ്ഥതകളെല്ലാം എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കുമെന്ന് രണ്ടാമത്തെ ഭവനം നമ്മളെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മയെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങും. പ്രിയമുള്ളവരെ, കാനായിലെ ഭവനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ കണക്കുകൾ തെറ്റിപ്പോകുമ്പോൾ, എൻ്റെ പദ്ധതികളും എൻ്റെ തീരുമാനങ്ങളും ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായി സംഭവിക്കുമ്പോൾ, ഞാൻ അസ്വസ്ഥപ്പെടുമ്പോൾ, ഒരുപക്ഷെ കൂട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ അറിയുന്നവർ അവരുടെ മുൻപിൽ ഞാൻ ഒന്നുമല്ലാതായി തീരുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കണം, പരിശുദ്ധ അമ്മ അവിടെയുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആരും അറിയാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കുറവിനെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബലഹീനതയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പോരായ്മയെ, ഞാൻ അനുഭവിക്കുന്ന സംഘർഷാവസ്ഥകളെ ആരും അറിയാതെ ദൈവിക കൃപാവരങ്ങളാൽ അത്ഭുതമാക്കി, അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. കാരണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോ നിരസിക്കുകയില്ല. യോഹന്നാൻ്റെ ഭവനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ സ്വഭാവ വൈകല്യങ്ങളിൽ പരിശുദ്ധ അമ്മ വലിയ മാറ്റം കൊണ്ടുവരും. അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥ ചിന്തകളുടെ, അധികാരമോഹങ്ങളുടെ തലത്തിൽ നിന്നും യോഹന്നാനെ എളിമയുടെ തലത്തിലേക്ക് നയിച്ച പരിശുദ്ധ അമ്മയ്ക്കറിയാം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എന്നെ ക്രമീകരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, അതിനാൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിൽ
നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കൂട്ടുപിടിക്കണം. സ്വന്തം അമ്മയായിട്ട് അങ്ങോട്ട് കൂട്ടുപിടിച്ചാൽ മതി. പരിശുദ്ധ അമ്മയുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തെറ്റായ ശീലങ്ങളിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അധികാരമോഹങ്ങളിൽ നിന്ന്, ഞാനെന്ന ഭാവത്തിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, എളിമയുടെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ പരിശുദ്ധ അമ്മ സഹായിക്കും. സഹിയോനിലെ ഭവനം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുവാൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ ഈ 5 ഭവനങ്ങളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനാലാണ് അച്ഛൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മ സന്ദർശിക്കേണ്ട 6ാമത്തെ ഭവനമെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും വീടാണ്, വ്യക്തിജീവിതങ്ങളാണ്, ഹൃദയങ്ങളാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ 5 ഭവനങ്ങളിൽ എന്തു മാറ്റമാണ് സംഭവിച്ചതല്ലേ? സമൂലമായ മാറ്റങ്ങളാണ്, വലിയ ദൈവാനുഭവത്തിൻ്റെ ഇടപെടലുകളാണ് നമ്മൾ ഈ 5 ഭവനങ്ങളിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ചേർത്ത് പിടിക്കേണ്ട പരിശുദ്ധ അമ്മയെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ. നോക്കിക്കേ, ഈ ദിവസങ്ങളിലൂടെ അമ്മ നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ കൃപകളിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് അത്രയും ശക്തിയുണ്ട്. സഭ അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഇത്രയും ശ്രേഷ്ഠമായ പദവികളിലൂടെ അലങ്കരിക്കുന്നത്. ദൈവമാതാവാണ് എന്ന വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവിൽ പരിശുദ്ധ അമ്മ നിൽക്കുമ്പോൾ ആ സ്ഥാനത്തിനുള്ള മഹനീയതയും മഹത്വവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ പോലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്നുള്ള പ്രാർത്ഥനകൾ ഉൾച്ചേർന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള വണക്കം, നൊവേന പ്രാർത്ഥനകൾ, ജപമാലകളെല്ലാം ഈ ആത്മീയതയുടെ നിറവിലേക്ക് നമ്മളെ നയിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, അമ്മയെ കൈവിട്ടേക്കല്ലോ, അമ്മയെ കൂട്ടുപിടിച്ചേക്കണം. നമ്മുടെ ഭവനത്തിൽ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വലിയ ദൈവ കൃപകളിലേക്ക് നമ്മളെയൊക്കെ നയിക്കുമെന്നതിൽ സംശയമില്ല. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ, കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഇന്നിൻ്റെ പ്രാർത്ഥന നിയോഗം ഇതാകട്ടെ: നമ്മുടെ ഭവനങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരിടം കൊടുക്കണം. നമ്മുടെ ഭവനങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരിടം കൊടുക്കണം. അത് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ക്രമീകരിക്കുന്ന മാറ്റങ്ങളിലൂടെ ആവട്ടെ. പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചാൽ തീർച്ചയായും ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നയിക്കും. അതിനാൽ നിയോഗമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ഇനി എന്നും ഞാൻ പ്രാർത്ഥിക്കും എന്നൊരു തീരുമാനം. ഇന്നത്തെ പ്രവൃത്തിയായി നമ്മൾ പരിശുദ്ധ അമ്മ കയറിയിറങ്ങിയ ഭവനങ്ങളിൽ അനുഗ്രഹം വിതച്ചു പോയതുപോലെ നമ്മുടെ അയൽപക്കത്തുള്ള ഒരു 2-3 ഭവനങ്ങളിലൊക്കെ നമുക്കൊന്ന് കയറി ഒന്ന് സന്ദർശിച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാനും നമ്മുടെ സൗഹൃദങ്ങൾ പുതുക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഭവനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനും 4-5 ഭവനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 2-3-4 ഭവനങ്ങളിലൊക്കെ ഒന്ന് സന്ദർശനം നടത്തി സാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചു നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുവാൻ. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിത്രം എലിസബത്തിനെ സന്ദർശിച്ച് സഹായിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മനോഭാവം നമ്മളിലും വളർത്തുവാനായി ഒരു 3-4 വീടുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ അത് ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ അമ്മ കയറിയിറങ്ങിയ ഭവനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു അമ്മയോടൊപ്പം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും ദൈവീക കൃപാവരങ്ങളിലേക്കും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ കുടുംബങ്ങളെ നയിച്ചതെന്ന് നമ്മൾ കണ്ടു. അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഭവനത്തിലും ഈശോയെ പരിശുദ്ധ അമ്മയെ അങ്ങ് അയക്കണമേ. കുറവുകളെ നിറവുകളാക്കുന്ന ദൈവകൃപയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും കുടുംബങ്ങളെയും കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസ്ഹാക്കിൻ ഇടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസ്ഹാക്കിൻ ഇടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന ആരാധന ആരാധിച്ച് ഒരിക്കൽ കൂടി സ്വരമുയർത്തി ചെറിയ സ്വരത്തിൽ എല്ലാവരും സമർപ്പിച്ചേ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യേശോയുടെ മുൻപിൽ നമുക്കായിരിക്കാം. നമുക്കായി ജീവനും ജീവിതവും നൽകി നമ്മെ സ്നേഹിക്കുന്നവൻ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഈ ദിനങ്ങളിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് കരുത്തു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈശോ. നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ജീവിത മേഖലകളിൽ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവ കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധന.
വിമല സങ്കേതം ശുശ്രൂഷയുടെ 3-ാം ഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, ദൈവീക സന്നിധിയിലേക്ക് അല്പം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയും ഏകാഗ്രതയോടെ തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് ധ്യാനിക്കുമ്പോൾ നാം ഇന്ന് വചന ശുശ്രൂഷയിലൂടെ കാണുകയുണ്ടായി പരിശുദ്ധ അമ്മ കയറിയിറങ്ങിയ ഭവനങ്ങൾ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ ദൈവപിതാവിൻ്റെ ഹിതത്തിലേക്ക് സമർപ്പിച്ച പരിശുദ്ധ അമ്മ നടത്തിയ ജീവിതയാത്രകളെല്ലാം കൃപ നിറഞ്ഞതായിരുന്നു. കയറിയ ഭവനങ്ങളെല്ലാം ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുന്ന അനുഭവം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്. വിശുദ്ധ പിതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെയും സന്തോഷത്തിലേക്ക് ദിവ്യസുതൻ കടന്നു വന്ന നസ്രത്തിലെ ഭവനം, അവരൊന്നിച്ച് ജീവിച്ച ഭവനം, ദൈവം നൽകിയതിനെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചപ്പോൾ അവരുടെ കുറവുകളെ ദൈവം നിറവുകളാക്കി മാറ്റി. പരിശുദ്ധയമ്മ ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ ഭവനത്തിൽ അവളെ സഹായിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആ ഭവനാംഗങ്ങൾ സ്വീകരിക്കുകയും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ അസ്വസ്ഥതകളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ ഒരുക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദിവികാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് അമ്മയായി പരിശുദ്ധ അമ്മയെ അങ്ങ് നൽകുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഭവനത്തിലെ നിറഞ്ഞ സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മ മാറണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എലിസബത്തിൻ്റെ ഭവനത്തെ കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ഭവനമാക്കി രൂപാന്തരപ്പെടുത്തിയതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിച്ചതുപോലെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ ഈശോയെ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ഭവനങ്ങളെയും കൃപ നിറഞ്ഞതാക്കണമേ. ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാനായിലെ ഭവനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ ഒരിടം. കർത്താവേ, ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുമ്പോൾ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ സങ്കടത്താൽ വേദനിക്കുമ്പോൾ അമ്മ വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങ് നൽകണമേ. ഈശോയെ, പ്രിയ മാതാവിനെ യോഹന്നാൻ ശ്ലീഹായുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യോഹന്നാൻ അവളെ അമ്മയായി സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കണോട്ടോ, യോഹന്നാൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം യോഹന്നാൻ്റെ വ്യക്തി ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ കുറവുകളെ, പോരായ്മകളെ, ബലഹീനതകളെ പരിഹരിക്കുവാൻ ഈശോയെ, അമ്മയെ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നയിക്കണമേ. അമ്മ പറയുന്നത് കേൾക്കുവാൻ, ജീവിതത്തെ കൃപയിലേക്ക് നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ ഇതാ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നു, സ്ലീഹന്മാരെ ചേർത്ത് പിടിച്ച സഹിയോൻ മാളിക അവരൊരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. തുടർന്നുള്ള വചനങ്ങളിൽ നാം കാണുന്നു ആത്മാവിനാൽ നിറയപ്പെടുന്ന സ്ലീഹന്മാരെക്കുറിച്ച്. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് തുറന്ന യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കയറിയ ഭവനങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചു. അവിടെയെല്ലാം ദൈവകൃപകൾ അമ്മ വാങ്ങിക്കൊടുത്തു. ഈശോ കൂടെ ഉണ്ടായിരുന്നു. ഈശോനാഥ, അമ്മയോടൊപ്പം ഞങ്ങളുടെ ഭവനത്തിലും അങ്ങ് കടന്നു വരണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലേക്ക് അങ്ങ് കടന്നു വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി, ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെല്ലാവരെയും നയിക്കുവാനായി ഈശോയെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ.
നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാവരും പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ പ്രിയ മാതാവിനോടൊപ്പം അങ്ങ് അനവധിയായ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനേകർക്ക് പകർന്നു നൽകിയതുപോലെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിലേക്ക് ഈശോയെ സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിച്ച് ആത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളില് ഇരുകരങ്ങളും ഒന്ന് ഉയർത്തി കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ആരാധിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. ദിവികാരുണ്യ സാന്നിധ്യത്തിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ, ഒരു പുത്തൻ അഭിഷേകമുണ്ടാകട്ടെ, ഒരു പുതിയ നിറവുണ്ടാകട്ടെ, പ്രത്യാശയുടെ ഒരു ജീവിതമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വലിയൊരു നിറവ്, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ വിമല സങ്കേത ശുശ്രൂഷയുടെ 23-ാം ദിനത്തില് പരിശുദ്ധാത്മാവിന്റെ ഒരു ചൈതന്യം നമ്മളിൽ ഉണ്ടാകുവാൻ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ദിവികാരുണ്യ ഈശോയുടെ നിറഞ്ഞ സാന്നിധ്യത്തില് ഇതാ ദൈവജനം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി സ്വർഗത്തിന്റെ കൃപകളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ഈശോയെ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയെ അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയെ അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയെ അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയെ അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. എല്ലാവരും ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പ്രാർത്ഥനയോടെ ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ചൈതന്യം, പുത്തൻ അഭിഷേകം, ആത്മാവിന്റെ നിറവിലൂടെ ഏലിയായിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്. പഴയ നിയമഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു, പ്രവാചകന്മാരില്, ന്യായാധിപന്മാരില്, രാജാക്കന്മാരില് ഇസ്രായേൽ സമൂഹത്തെ നയിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്നതുപോലെ കർത്താവെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലോ ഈ ആത്മാവിന്റെ വലിയൊരു നിറവ്, അഭിഷേകം പകർന്നു നൽകണമേ. ആഗ്രഹത്തോടെ ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ചേർന്ന്. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ചേർന്ന്. ആത്മാവേ എന്നിൽ നീ എല്ലാവരും. കത്തിപ്പടരണമേ, ശയേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. എല്ലാവരും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഓരോ ഭവനത്തിലും അമ്മ കടന്നു ചെന്ന ഭവനത്തിൽ അഭിഷേകമായി അനുഗ്രഹമായി കടന്നു വന്നതുപോലെ ഈശോയെ ഈ ദിവികാരുണ്യ സാന്നിധ്യത്തിന്റെ നിറവിൽ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളിലും ഈ ഒരു അഭിഷേകത്തിന്റെ നിറവ്, സ്ലീഹന്മാർക്ക് നൽകിയ വലിയൊരു പുത്തൻ അഭിഷേകത്തിന്റെ നിറവ്, ശക്തിപ്പെടുത്തിയ അഭിഷേകത്തിന്റെ നിറവ്, ഞങ്ങളുടെ ഭയവും പേടിയും ആകുലതയും ഉത്കണ്ഠയും നാളെയെക്കുറിച്ചുള്ള ഒത്തിരി വിചാരങ്ങള് കർത്താവ് ഇതെല്ലാം അകറ്റുവാനായി നിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതുചൈതന്യത്താല് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ദിവികാരുണ്യ ഈശോയെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പ്രാർത്ഥനയോടെ ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം. സ്ത്രീകന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ചേർന്ന്. സ്ലീഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്ത്രീകന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, ആമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്ലീഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, പഠിക്കേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ അഭിഷേകം, വചനത്തിന്റെ സാക്ഷിയായി എന്നെ വചനം പഠിക്കാനുള്ളൊരു ദാഹം നൽകണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ യോഹന്നാൻ 1:1 അഭിഷേകം. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി കരമടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. അടിയേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഒരിക്കൽ കൂടി. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി ഹൃദയത്തിൽ മാറ്റണമേ. സ്തുതി ആവർത്തിച്ച് പാടട്ടെ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവിന്റെ ജ്വലനം, ആത്മാവേ ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതു ചൈതന്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈ നിമിഷം നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രിയ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും 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 എല്ലാം മറന്ന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ വലിയൊരു നിറവ് വലിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരണ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും നീട്ടി കണ്ണുകൾ അടച്ച് ആഗ്രഹത്തോടെ സ്ലിഹന്മാരിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, എന്നിൽ നീ അഗ്നിയായി അഭിഷേകമായി കടന്നു വരണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ആത്മാവേ എന്നിൽ നീ
ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പഠിക്കേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പ്രാർത്ഥനയോടെ ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ദിവികാരുണ്യയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. മധ്യപത് നിയോഗമായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലും ഉണ്ടാകുക. പരിശുദ്ധ അമ്മ കയറുന്ന അടുത്ത ഭവനം എൻ്റെ വീടാകുക. കാരണം പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിൽ സന്ദർശിച്ചാൽ കൂടെ ഈശോ ഉണ്ടാകും, പരിശുദ്ധാത്മാവുണ്ടാകും, പിതാവായ ദൈവമുണ്ടാകും. അതെൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ കൃപയിലേക്ക് നയിക്കും. പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൻ്റെ നിറവ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അല്പം കൂടെ തീഷ്ണതയിൽ ജ്വലിക്കുവാൻ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കുടുംബ പ്രാർത്ഥനയോട്, പ്രത്യേകിച്ച് വചന വായനയോട്, വചനം വായിക്കുവാനായിട്ടുള്ളൊരു ദാഹം, ഒരു ആഗ്രഹം, ഒരു തീഷ്ണത, അതിനുവേണ്ടി ഒരല്പസമയം മാറ്റിവെച്ചാൽ അത് നഷ്ടമാകില്ല എന്ന ബോധ്യത്തിൽ വചനം വായിക്കുവാനുള്ള വലിയൊരു ദാഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പം പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന മറ്റ് നിയോഗങ്ങളെ നമ്മുടെ മനസ്സിലൊന്ന് ഓർക്കാം. നിങ്ങളുടെ നിരവധിയായ നിയോഗങ്ങളുണ്ട്. ഒത്തിരി പേര് ഇവിടേക്ക് നിയോഗങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അയക്കണമെന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അയച്ചു തരാം. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദിവികാരുണ്യ ആരാധനയുടെ സമയത്ത് നമ്മൾ ഈശോയുടെ ദിവികാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം, വചനം വായിച്ച് ധ്യാനിക്കുവാനായിട്ടുള്ള കൃപ കർത്താവ് ഇതെല്ലാവർക്കും, എഴുതിയ സഹോദരങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് കുടുംബം തിരുക്കുടുംബം പോലെ ആകണം. സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനും ആ തിരുക്കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഭിഷേകം, ഈശോയുടെ സാന്നിധ്യം കുടുംബങ്ങളിൽ ഉണ്ടാകുവാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 14 വർഷമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ല. കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഒരിക്കൽ കൂടി ഇന്ന് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ഒരേയും അമ്മയാക്കി മാറ്റണമേ. കുഞ്ഞുങ്ങളെ നൽകി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി പേരുടെ വിവാഹ തടസ്സങ്ങൾ മാറും. വിവാഹ തടസ്സം മാറും. കർത്താവെ, തോബിത്തിൻ്റെ മകനായ തോബിയാസിനെ വിവാഹത്തിലേക്ക് നയിക്കുവാനായി റാഫേൽ മാലാഖ അയച്ചതുപോലെ ഞങ്ങളുടെ മക്കൾ, വിവാഹ തടസ്സം നേരിടുന്ന മക്കളുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങേ മാലാഖ, റാഫേൽ മാലാഖ അയക്കണമേ. നമ്മുടെ വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് റാഫേൽ മാലാഖയുടെ മാധ്യസ്ഥം നമുക്കൊന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ജോലി മേഖലയിലെ ഒത്തിരി തടസ്സങ്ങൾ മാറാനായിട്ടുള്ള പ്രാർത്ഥനകൾ, സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചോ, കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ചോ. ഇത് ഈ പ്രാർത്ഥന നിയോഗം അച്ഛനെ ദിവികാരുണ്യത്തോട് ചേർത്ത് വെക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളും തമ്പുരാനോടൊന്ന് ചേർത്ത് വെച്ചു. ഈശോ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. തൻ്റെ പ്രിയ മക്കൾക്ക് ഇന്നത് വേണമെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നൽകപ്പെട്ടുള്ളൂ. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ബാക്കിയെല്ലാം അതിനോടൊപ്പം നമുക്ക് ലഭിക്കും. ആ കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം എന്നും ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് ഈശോയുടെ ദിവികാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മുടെ വിമല സങ്കേത ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൃപയിൽ നിലനിൽക്കുവാനും തീഷ്ണതയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ
മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി: നമ്മുടെ അടുത്തുള്ള 2-3 ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്കു വേണ്ട സഹായങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.